എന്താ പരിപാടി? ബ്രെഡ്, പാൽപ്പൊടി, എന്തായിരിക്കും പരിപാടി? പാൽപ്പൊടി ബ്രെഡ് തോന്നുന്നു. ആ, നല്ല പരിപാടി. ആ, ഒന്നല്ലെന്നേ. ഇത് വെച്ചിട്ട് നമുക്ക് ഗുലാബ് ജാം ഉണ്ടാക്കിയാലോ? ഗുലാബ് ജാമുൻ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇല്ല, ഗുലാബ് മുന്നേ ഒരിക്കൽ ഉണ്ടാക്കിയല്ലോ. ഞാൻ മുന്നേ ഉണ്ടാക്കിയ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങി പുറപ്പെട്ടെ. പിന്നെ നമുക്ക് തുടങ്ങാം. നമ്മളെടുത്ത 11 ബ്രെഡാണ്. അത് നല്ല നൈസായിട്ട് പൊടിക്കാം. അതിനുശേഷം 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുക്കുക, മിക്സ് ചെയ്യുക. രണ്ടും ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പൊടിക്കാൻ നിൽക്കരുത്, കാരണം എന്താ പറയുക, കട്ടിയായി പോകും. അതായത് പാൽപ്പൊടിയും ബ്രെഡും കൂടി ഒരുമിച്ച് പൊടിക്കരുത്. സെപ്പറേറ്റ് ബ്രെഡ് സെപ്പറേറ്റ് പൊടിച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ആക്കുക. എന്നിട്ട് പാൽപ്പൊടി അതിൻ്റെ അകത്ത് അങ്ങനെ മിക്സ് ചെയ്ത് വെച്ച സാധനം ഇത്. അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, ഇത് ബോൾസ് ആക്കാൻ ഒരു കണക്കായ ഒരു അളവില് ഒന്നെങ്കിൽ പാലെടുക്കുക അല്ലെങ്കിൽ പാൽപ്പൊടി എടുത്തിട്ട് മിക്സ് ചെയ്യുക. നല്ല പതിയെ നമ്മുടെ ബൗളിലേക്ക് മാറ്റുന്നു. ഫുള്ളായിട്ട് ഇടുന്നുണ്ടോ? ഫുള്ളായിട്ട് ഇടണം. കുറച്ച് പാലെടുത്തെന്ന് വെച്ച് കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ കട്ട് കിട്ടിപ്പോ. ഒഴിച്ചു നിർത്ത. ഫുള്ളായിട്ട് നല്ല എടുത്ത് കുഴച്ച് കിട്ടണം. ഇല്ല, പാൽ ഓവറായി പോരുത്. പാൽ ഓവറായി പോയാൽ ഇത് ലൂസായി പോകും. പിന്നെ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം തന്നെ ആയില്ല, ഏകദേശം ബോളായി വരുന്നില്ല. ഗുലാബ് ജാമുൻ ശരിക്കും ഏത് ഇത് കേരളക്കാരൊന്നല്ല, എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ, മുംബൈ, കർണാടക അവരല്ലേ സ്വീറ്റ്സിന്റെ അകത്ത് മിടുക്കന്മാർ ഉണ്ടല്ലേ. നമ്മളെ ആൾക്കാർ സ്വീറ്റ്സ് കുറവാ, പക്ഷെ നമ്മളെ ആൾക്കാർ ഉണ്ണിയപ്പവും നെയ്യപ്പവും കൽത്തപ്പവും ട്രൈ ചെയ്ത് നോക്കാം. അല്ല, ശരിയാവുന്നേ വെറുതെ അല്ല. അങ്ങനെ എന്തിനാ പറയേണ്ട ആവശ്യം? എന്താ പറയാ, കറുപ്പിന് 7 അഴകല്ലേ. അങ്ങനെ കളിയാക്കണ്ടേ. പാല് നമ്മൾ കുറച്ചും കൂടി ഒഴിക്കുക, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഏതാണ്ട് മതിയെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇനി പാലിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും ലൂസ് ആക്കണമെന്നൊന്നുമില്ല, കുറച്ചും കൂടി ടൈറ്റ് ആയാലും അത്രയും നല്ല. വെച്ചാൽ ഇനി ഒട്ടിപ്പിടിക്കില്ല. ഇത് കുറച്ച് ഒട്ടിപ്പിടിക്കാനെല്ലാം ചാൻസ് ഉണ്ട്, കുറച്ച് പാല് കൂടി പോയാൽ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ബോളാക്കി എടുക്കാനെല്ലാം പറ്റും ഇത്. ഇനി നമുക്കിത് കുറച്ചായിട്ട് എടുത്തിട്ട് ബോൾസ് ആക്കാം. കാണുന്നുണ്ടോ? ഈ ഒരു തരത്തിലെല്ലാം ആക്കിയാൽ മതി. സൈസെല്ലാം നമ്മളെ ഇഷ്ടത്തിനാക്കുക. അത്യാവശ്യം എന്താ പറയുക, കുറച്ചൊരു മീഡിയം സൈസ് ആക്കിയാൽ മതി. വലുതും ആയി പോണ്ട, നന്ന ചെറുതും ആയി പോണ്ട. ഓൾമോസ്റ്റ് ഒരു 14 ഉണ്ട്. നമുക്കിത് വേറെ 14. അത് നമ്മൾ എന്താ പറയുക, ബോൾസ് ആക്കുന്ന പോലെ ഇരിക്കും നമുക്ക് കിട്ടുന്നല്ലോ. ഞാൻ അത്യാവശ്യം വലുതായിട്ടും ചെറുതായിട്ടോ എല്ലാം ആക്കിന്ന്. ഇനി ഇതിപ്പോ നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റാം. ഇത് നമ്മൾ ബോൾസ് ആക്കിയ സമയത്ത് ചെറിയൊരു ഒട്ടലുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ലേ. അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇപ്പൊ ഒരു ഒട്ടലുമില്ല, നല്ല കട്ടിക്ക് വന്നിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ ഒരു ഫ്രീസറിൽ ഒരു 10-15 മിനിറ്റോളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒട്ടി പിടിക്കലുമില്ല. നമുക്ക് എന്താ പറയാ, അഥവാ ചില ആൾക്കാർക്കെല്ലാം ഈ ബാറ്റർ
ലൂസായിട്ടെല്ലാം വരും. നന്ന ലൂസായി പോയി ഒന്നും ചെയ്യാൻ പറ്റൂല, പക്ഷെ ചെറുതായിട്ടെല്ലാം ഒന്ന് ലൂസായി പോയി ഇതേപോലെ ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ലൂസായി പോയിന്ന് അർത്ഥം. ആ കുറച്ച് ഒരു പൊടിക്ക്. ആ അപ്പോ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഫ്രീസറിൽ തന്നെ വെച്ചാൽ മതി, ഒന്ന് 10-15 മിനിറ്റോളം. ഇനി ഇതിപ്പോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ് ഫ്രൈ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, കാരണം ബ്രെഡ് അല്ലേ, പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഒരു ഓറഞ്ച് ബ്രൗൺ ഷെയ്ഡ് വരുമ്പോഴത്തേക്കൊന്ന് എടുത്തു മാറ്റാം. ഓക്കെ. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ടുകൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത്ര ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട, കാരണം കരിഞ്ഞു പോകാനുള്ള ചാൻസ് എല്ലാം ഉണ്ട്. ഓയിൽ എന്താ യൂസ് ചെയ്ത്? ഓയില് സൺഫ്ലവർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോ ടേസ്റ്റിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇതിപ്പോ ഇല്ല കോക്കനട്ട് ഓയിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റ് എല്ലാം വരും. നമുക്ക് ഈ ഫുൾ ബോൾസും 14 ബോൾസും ഒരുമിച്ച് ഇട്ടിട്ടാക്കുന്നത് പൊക്കെങ്കിലും മാത്രം ഇട്ടാൽ മതി. പിന്നെ ഒരു ഗ്യാപ്പ് വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടി ഒട്ടിപ്പോവാനെല്ലാം ചാൻസ് ഉണ്ട്. ഇതിപ്പോ ഇതിന്റെ കളർ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് അല്ലേ? ചെറുതായിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കെല്ലാം വേണം. ഇതിപ്പോ ഏകദേശം ആയി വരുന്നുണ്ട്. ഈ ഒരു ഇതെല്ലാം മതി, ഗോൾഡൻ ബ്രൗൺ അല്ലേ? ഈ ഒരു തരത്തിൽ ഫ്രൈ ആയി മതി. ഇപ്പൊ നല്ലൊരു ഗോൾഡൻ ബ്രൗണിലേക്ക് കറക്റ്റ് അതിന്റെ പാകമായി. ഇനി ഓഫ് ആക്കാനായിട്ടില്ല അല്ലേ? ഇല്ല, അപ്പുറത്തെ സൈഡും കൂടി ആയിക്കഴിഞ്ഞാൽ മാത്രം ഓഫ് ചെയ്യാൻ പറ്റും. ബ്രെഡ് അല്ലേ, അപ്പൊ പെട്ടെന്ന് ആവാനും ചാൻസ് ഉണ്ട്, അതേപോലെ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ഈ മുകളിലത്തെ ഭാഗം മാറാൻ പാടില്ല. എന്നുവെച്ചാൽ നമ്മള് സാധാരണ ഇപ്പൊ ഫിഷെല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ വെച്ചിട്ടങ്ങ് പോയിക്കോളല്ലോ, അതേപോലെ ഇതൊന്നും അങ്ങനെ വെച്ചിട്ട് പോകാൻ പാടില്ല. അടുത്തന്നെ, കാരണം എപ്പോ അവനെ ചെറിയൊരു കരിച്ചെല്ലാം വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും അത്ര പ്രശ്നമാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കണ്ട ഏകദേശം ആയി വരുന്നുണ്ട്, ആയിട്ടില്ല എന്നാലും ചിലതെല്ലാം കണ്ട എടുത്ത് നോക്കണം. എന്നിട്ട് ഇത്രയേ ഇട്ടിട്ടുള്ളൂ, വളരെ ലോ ഫ്ലെയിമിലാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. മീഡിയം ഫ്ലെയിം ആണെങ്കിൽ തന്നെ കരിഞ്ഞു പോകാനുള്ള നല്ല പോസിബിലിറ്റിയാണ്. നമുക്കിപ്പോ ബോൾസ് റെഡിയായി. ഇനി അടുത്തത് നമുക്ക് ഷുഗർ സിറപ്പ് ആക്കണം. അതിന് ഒരു 1.5 കപ്പ് ഷുഗർ എടുക്കുക. 1.5 കപ്പ് എന്ന് പറയുമ്പോൾ ഇതൊരു ഏകദേശം ഒരു 300 ഗ്രാമോളം ഷുഗർ ഉണ്ടാവും. പിന്നെ ഒരു ടേസ്റ്റിന് ഏലക്കായി 4 അത് നിങ്ങളുടെ പ്രിഫറൻസ് പോലെ വേണമെങ്കിൽ ഇടാം. ഒരു ഫ്ലേവർ ആണ്. അപ്പൊ നമ്മൾ ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കാൻ പോവാണ്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നമ്മൾ അതിനായിട്ടൊരു വീഡിയോ. അപ്പൊ നമുക്കിതിപ്പോ തന്നെ എടുത്ത് കഴിക്കാൻ പറ്റുമോ? പ്രിപ്പയർ ചെയ്ത ഉടനെ തന്നെ? അതിനേക്കാളും ബെസ്റ്റ് നമ്മളൊരു 2 hours ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് കൂളാക്കിയതിനു ശേഷം യൂസ് ചെയ്യാം. ഓക്കെ.